ഹായ്. അപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽപ്പുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴിന്ന് നമുക്കൊരു മീൻ കിട്ടിയായിരുന്നു. 2 ദിവസം കൊണ്ട് മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടത്. ഇന്നൊരു മീൻ നമുക്കൊരു കൊഴിയാളയാണ് കിട്ടിയപ്പോൾ അതിനെ പെട്ടെന്നൊരു കൂട്ടെനിക്ക് മീനിൻ്റെ റെസിപ്പി എനിക്ക് ഓർമ്മ വന്നു. അത് നിങ്ങളിലോട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മീൻ കറിയിലോട്ട് പോകാം. ഇപ്പോൾ ഞാനൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കറിച്ചട്ടി അടുപ്പി വെച്ചു. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയ ശേഷം പകുതി സവാളയുടെ പകുതി, തക്കാളിയുടെ പകുതി, ഒരു പച്ചമുളക്, 2-3 അല്ലി പിന്നെ കുരുമുളക്, ഒത്തിരി പെരുംജീരകം, അങ്ങനെ എല്ലാം കൂടെ ഒന്നെത്തി. അതെനിക്ക് ആദ്യമേ കാണിക്കാൻ വിട്ടുപോയതാണ്. അത് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വെക്കുന്ന കറിയൊന്ന് നിങ്ങളിലോട്ട് ഒന്ന് എത്തിക്കാൻ തോന്നിയത് കൊണ്ട് പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇനി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അല്പം മല്ലിപ്പൊടി, നമ്മൾ മീൻ എങ്ങനെയാണോ അതനുസരിച്ചുള്ള മല്ലിപ്പൊടി, അത് തീ കുറച്ച് വെച്ചിട്ടേ ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞതുപോലെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അടുത്ത് നമുക്കൊത്തിരി 2 അല്ലി മുളക് പൊടി ഇടാം കേട്ടോ. എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കാം. എല്ലാം കൂടെ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. സവാള, തക്കാളി, ഒരു പച്ചമുളക്, ഇച്ചിരി കുരുമുളക്, ഒരു ഇത്തിരി പോലും പെരുംജീരകം, അപ്പം എല്ലാം കൂടെ ഇട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. അല്പം തണുത്ത് കേട്ടോ. തണുത്തുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഈ കൂട്ട ജാറിൽ ഒന്ന് മാറ്റാം. അത് നല്ല പേസ്റ്റ് പോലെ അടിക്കണം കേട്ടോ. നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഈ ഒരു കൂട്ട് നമുക്കൊന്ന് ആട്ടിയെടുത്ത് വരാം. അപ്പോൾ ഇതേപോലെ നല്ല കുറുക്കി ആട്ടിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ ആട്ടിയെടുത്തിട്ട് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ അരിയിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഉള്ളതാണ്. തക്കാളി, സവാള, പച്ചമുളക്, കുരുമുളക്, പെരുംജീരകം, ഒത്തിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് കൂട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഇതിനൊത്തുള്ള വെള്ളവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് പുളി, എൻ്റെ വീട്ടിൽ ഈ പുളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മറ്റേ പുളി ഉപയോഗിക്കാറില്ല. കുടംപുളി ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല. എനിക്കത്ര അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കത്തില്ല. പക്ഷെ എനിക്ക് സാധാ പുളിയാണ് ഇഷ്ടം കേട്ടോ. നമ്മുടെ പുതിയ പുളിയുണ്ടല്ലോ, കുത്തിയൊക്കെ എടുത്ത പുളിയുണ്ടല്ലോ, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കുടംപുളി അങ്ങനെ ഉപയോഗിക്കാറില്ല. കുടംപുളി കൊള്ളാം, ഇഷ്ടപ്പെടുന്നവർക്ക് അതിടാൻ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. കത്തിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കൊന്ന് കറി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. ഇതാണ് നമ്മുടെ മീൻ. കൊഴിയാള എന്ന് പറയും. നിങ്ങളെ നാട്ടിലോട്ടൊക്കെ എന്താണ് പറയണമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ കൊഴിയാള, ഇതാണ് കൊഴിയാള. മീനൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ ഈ മഴയും കാറ്റൊക്കെ കാരണം മീനൊക്കെ കുറവാണ്. എന്തായാലും ഇങ്ങനെ മീൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്നത്തിരി മീൻ വാങ്ങിച്ചത് കൊണ്ടാണ് ഞാൻ ഈ കറിയൊന്ന് നിങ്ങളിലോട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതാണ് ഇന്നത്തെ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചു. അപ്പം നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ തലയൊക്കെ ഇടും കേട്ടോ. കാരണം ഇവിടെ നമുക്കൊരു പൂച്ചക്കുട്ടിയുണ്ട്. സ്വന്തമൊന്നുമല്ല, ഇങ്ങനെ എപ്പോഴും വരും. ആ സമയമാകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ അതിനൊത്തിരി ഒന്ന് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു
ജസ്റ്റ് ഞാനും കഴിക്കും, എന്നാലും ഒന്നൊക്കെ ഞങ്ങൾ കഴിക്കത്തുള്ളൂ, ബാക്കി ഞാൻ ആ പൂച്ചയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ വേവിച്ച് കൊടുത്താൽ അതും കഴിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ കറിക്കൊരു സ്വാദും കിട്ടും. അതുകൊണ്ട് ആ തടിയും കൂടെ ഇടും. പിന്നെ പകുതി തക്കാളി ഇട്ടു. നമുക്ക് കറിവേപ്പില മരം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇഷ്ടംപോലെ ഇടാം. ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്, വലിയൊരു മരമാണ്. അത് എല്ലാവരും കറിവേപ്പില ഇങ്ങനെ കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ മാക്സിമം നമുക്ക് എത്ര കഴിക്കുന്നോ അത്രയും നല്ലതാണ്. നമ്മുടെ തലമുടി വളരുന്നതിനൊക്കെ ഈ കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാത്തിലും അരച്ചെടുക്കും. അതാകുമ്പോഴത്തേക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കറിവേപ്പില അങ്ങനെ വെറുതെ ഊരി ഇടാറില്ല. പിന്നെ മീൻ കറിയിൽ ഇങ്ങനെ പുളിയൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്കത് ഒരുപാട് ഒരുമാതിരി കയ്പ്പ് കണക്ക് വരും. അതുകൊണ്ട് മീൻ കറിയിലൊക്കെ ഇങ്ങനെ ഞാൻ ഇട്ടിട്ട് എല്ലാവരും എടുത്ത് കളയുകയെന്ന് ചെയ്യണം. പക്ഷേ കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടിയൊക്കെ നല്ലതുപോലെ വളരും. എൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ, ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അറിയാം, നല്ല ഔഷധമുള്ളതാണ് നമ്മളെ കറിവേപ്പില. അതുകൊണ്ട് ഞാൻ മരമൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് കറിവേപ്പിലയൊക്കെ കൊണ്ട് ഉണക്ക സമയമാകുമ്പം എല്ലാം അങ്ങ് പോവും, എല്ലാം പട്ട് പോവും. പിന്നെ വെള്ളമൊക്കെ വീട്ടി വരുമ്പോഴത്തേക്ക് പിന്നെ അതിൽ നിന്ന് തിളിര് വരുമ്പോഴേ ഞാൻ ഉള്ളി തുടങ്ങും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില. അപ്പോഴും നമ്മുടെ കറി ആ മീനുമായിട്ടൊന്നും സെറ്റായി വരട്ടെ. നമ്മുടെ കറിയിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ വീട്ടാൻ പോണതേ ഉള്ളൂ. അപ്പോഴ് ഈ വെളിച്ചെണ്ണയുടെ കളർ എന്താ ഇങ്ങനെ എന്ന് എല്ലാവർക്കും തോന്നുമല്ലേ? ഇത് തകിടിൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ. തവിട് വെളിച്ചെണ്ണ, തവിടെന്ന് പറയും. കാരണം ഈ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് തവിടിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. അതിവിടെ മുളകാപ്പിക്ക് ചെറിയൊരു കൊളസ്ട്രോളൊക്കെ ഉണ്ടായിരുന്നു. ആ കൊളസ്ട്രോളൊക്കെ ഇപ്പം ഒരു ഇതായിട്ട് നിൽക്കുന്നത് ഈ നമ്മൾ സാധാ വെളിച്ചെണ്ണയിൽ മീൻ പൊരിക്കുകയും ഇതേപോലെയൊക്കെ നമ്മൾ വീട്ടിലേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ പോകുന്നുണ്ട്. അതുകൊണ്ട് ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തു, തവിടിൻ്റെ വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറയും, ബാലൻസ് ചെയ്യും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ കുറവുണ്ട് കേട്ടോ. തവിടെണ്ണ എനിക്ക് പറയുന്നുള്ളൂ, തവിടെണ്ണ. അപ്പോൾ അതാണ് ആ എണ്ണയുടെ കളർ, അത് ചുമന്ന കണക്കായിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ കളർ വരുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് അതിൻ്റെ കളർ. പാക്കറ്റിലാണ് വരുന്നത്. ഞാൻ അത് പൊട്ടിച്ച് ഒരു കുപ്പിയിലോട്ട് വീട്ടി വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ചിലപ്പോഴും വെളിച്ചെണ്ണയും വാങ്ങിക്കും. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും വാങ്ങിക്കും. സ്ഥിരമൊന്നുമല്ല. ആരെങ്കിലും ഇങ്ങനെ കൊളസ്ട്രോളൊക്കെ കുറയും എന്ന് പറയുന്ന കേൾക്കുമ്പോൾ അത് ഇടയ്ക്ക് തവിട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കറിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് വീട്ടി നമ്മുടെ കറി ഒരു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ. അപ്പം നമ്മുടെ കുറുകിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീനും തക്കാളിയും എല്ലാം ഒക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ കുഞ്ഞു മീൻകറിയാണ്, കുഞ്ഞു റെസിപ്പിയാണ്. എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പി വരുന്നത് വരെ